ഹായ്, നമ്മൾ ഇതുവരെ സംസാരിച്ചിരുന്നത് പെർഫ്യൂം ലോകത്തെ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളായിരുന്നു. ഇന്ന് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കഥ പറയാം. 1921 പുറത്തിറങ്ങിയ ചാനൽ നമ്പർ 5 എന്ന പെർഫ്യൂമിന്റെ ക്രിയേഷനുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തെയാണ് ഹാപ്പി ആക്സിഡന്റ് അഥവാ സന്തോഷകരമായ അപകടം എന്ന് പറയപ്പെടുന്നത്. 1920 ഗബ്രിയൽ കോക്ക ചാനൽ എന്ന ഫാഷൻ ഡിസൈനർ സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നൂതനമായ ഒരു പെർഫ്യൂം നിർമ്മിക്കാൻ വേണ്ടിയാണ് ഏണസ്റ്റ് ബ്യൂക്സ് എന്ന പെർഫ്യൂമറെ ചുമതലപ്പെടുത്തി. അതുവരെ സ്ത്രീകളുടെ പെർഫ്യൂം അധികവും സിംഗിൾ നോട്ട്സ് ആയിരുന്നു, അഥവാ ഒരു പൂവിൻ്റെയോ മറ്റോ ഒക്കെയുള്ള സ്മെല്ലായിരുന്നു. ഇങ്ങനെ ഏണസ്റ്റ് ബ്യൂക്സ് പല സാമ്പിളുകൾ പരീക്ഷിക്കുകയും അതിൽ 5ാമത്തെ സാമ്പിൾ നിർമ്മിച്ചപ്പോൾ പെർഫ്യൂമിൽ ഉപയോഗിക്കുന്ന ആൽഡഹൈഡ് സാധാരണ ചേർക്കുന്നതിൽ നിന്നും കൂടുതൽ അളവിൽ അതിൽ വീഴുകയും ചെയ്തു. അത് ആക്സിഡൻ്റലായിട്ട് അതിൽ വീണതാണെന്നും അയാൾ കൂടുതൽ ചേർത്തതാണെന്നും പറയപ്പെടുന്നു. എന്തായാലും സാധാരണ ചേർക്കുന്ന അളവിൽ നിന്നും വലിയ അളവിൽ ഇത് ചേർത്തു. ആൽഡഹൈഡ് എന്നാൽ സ്വന്തമായിട്ട് അതിനൊരു സ്മെല്ലില്ല, എന്നാൽ നമ്മൾ ആ ഫോർമുലയിൽ ചേർത്ത മറ്റു മണങ്ങൾക്ക് നല്ലൊരു ക്രിസ്പി, നല്ലൊരു ലക്ഷറിയസ് ഫീൽ അത് നൽകും. എന്നാൽ ഈ 5ാമത് നൽകിയ ഈ ഒരു ഫോർമുല അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും 5ാമത്തെ സാമ്പിൾ ആയതുകൊണ്ട് ഇതിനെ ചാനൽ നമ്പർ 5 എന്ന് പേര് നൽകുകയും ചെയ്തു. ഇതിൻ്റെ ക്രിയേഷൻ അന്ന് വരെ ഉണ്ടായിട്ടുള്ള ഫോർമുലകളെ മാറ്റി ചിന്തിപ്പിച്ചു. ചാനൽ എന്ന ഈ ബ്രാൻഡ് ഈ ഒരു പെർഫ്യൂം കൊണ്ട് ലോക പ്രശസ്തമാകുകയും ഇന്നും ഈ പെർഫ്യൂം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സംഭവത്തെയാണ് ഹാപ്പി ആക്സിഡന്റ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു സ്റ്റോറി പ്രശസ്ത നടിയും ഗായികയുമായിരുന്ന മെർലിൻ മോൺറോ അവരോട് നിങ്ങളുടെ രാത്രി എന്താണ് ധരിക്കുന്നത് എന്നൊരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ ചാനൽ നമ്പർ 5ന്റെ 2 തുള്ളികൾ എന്നൊരു മറുപടി പറഞ്ഞു. ഇതെല്ലാം ഈ പെർഫ്യൂമിന് വളരെയധികം പ്രശസ്തി നൽകി.